ഹോർമൂസ് കടലിടുക്കിൽ US ഉപരോധം തുടരുന്നു. USS ട്രിപ്പോളി കപ്പൽ കടലിൽ നിലയുറപ്പിച്ചതായും നിരവധി യുദ്ധവിമാനങ്ങൾ കപ്പലിൽ സജ്ജമാക്കിയതായും US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയാൽ ആഗോള എണ്ണ വിതരണത്തിൽ വൻ ഇടിവുണ്ടാകുമെന്നും റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ട്രംപിനോട് സംവാദത്തിനില്ലെന്നും ലിയോ 14 മാർപ്പാപ്പയും അറിയിച്ചിരിക്കുകയാണ്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ഹോർമൂസ് കടലിടുക്കിൽ US ഉപരോധം തുടരുന്നു. USS ട്രിപ്പോളി കപ്പൽ കടലിൽ നിലയുറപ്പിച്ചതായും നിരവധി F-35 യുദ്ധവിമാനങ്ങൾ കപ്പലിൽ സജ്ജമാക്കിയതായും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ ഏതെങ്കിലും സൈനിക ഇടപെടൽ ഉണ്ടായാൽ അത് പ്രതിസന്ധി രൂക്ഷമാക്കുമെന്നും ഇറാൻ പ്രതിരോധ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ഇസ്രായേൽ ലെബനൻ ചർച്ച ഇന്ന് അമേരിക്കയിൽ നടക്കും. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ചർച്ചയിൽ പങ്കെടുക്കും. ദക്ഷിണ ലെബനിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കില്ലെന്നാണ് ഇസ്രായേൽ നിലപാട്. എന്നാൽ ചർച്ച പ്രഹസനമാണെന്ന് ഹിസ്ബുല്ലയുടെ വിമർശനം. ഇറാനിലേക്കുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടയാൻ US നാവികസേനയ്ക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവ് നൽകിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഉപരോധം കടുപ്പിക്കാൻ ട്രംപ് തീരുമാനിച്ചത്. എങ്കിലും ഒരു ഒത്തുതീർപ്പിന് ഇപ്പോഴും സാധ്യതകളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന അമേരിക്കയുടെ നടപടി കടൽ കൊള്ളയാണെന്നും ഇറാൻ വ്യക്തമാക്കി. തങ്ങളുടെ തുറമുഖങ്ങളിൽ തടഞ്ഞാൽ മേഖലയിലെ മറ്റു തുറമുഖങ്ങൾ സുരക്ഷിതമായിരിക്കില്ലെന്നും ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയാൽ ആഗോള എണ്ണ വിതരണത്തിൽ വൻ ഇടിവുണ്ടാകുമെന്ന് സാമ്പത്തിക വിശകലന ഏജൻസിയായ നോമുറ 2025 മാർച്ചുമായി താരതമ്യം ചെയ്യുമ്പോൾ 2026 എണ്ണ വിതരണത്തിൽ 9.3 ദശലക്ഷം ബാരലിൻ്റെ വൻ കുറവുണ്ടാകാൻ സാധ്യത. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 57% ഇടിവെന്ന റിപ്പോർട്ട്. സൗദി അറേബ്യ, UAE, ഇറാഖ്, ഇറാൻ, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ പ്രവാഹം 2025 മാർച്ചിൽ പ്രതിദിനം 16.3 ആയിരുന്നു. അമേരിക്കയെ ഉപരോധം ഏർപ്പെടുത്തിയാൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതി അത് ഗുരുതരമായി ബാധിക്കും. എണ്ണയ്ക്ക് പുറമെ ഇന്ത്യയിലേക്കുള്ള LPG വിതരണത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും നോമുറ അനലിസ്റ്റിക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഹോർമുസിലെ അമേരിക്കൻ ഉപരോധം കാരണം ഇറാന് പ്രതിദിനം $435 സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ. $276 ദശലക്ഷം കയറ്റുമതി നഷ്ടമുണ്ടാകും. ഇറാനിലെ ഇന്ധന ഭക്ഷ്യവസ്തുക്കളുടെ നീക്കത്തെ ബാധിക്കുകയും വിലക്കയറ്റം രൂക്ഷമാക്കുകയും ചെയ്യും. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% പേർഷ്യൻ ഗൾഫിലെ ഗാർക്ക് ദ്വീപ് വഴിയാണ് നടക്കുന്നത്. നിലവിലെ ഉപരോധം ഇറാനിൽ വൻ വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അമേരിക്ക ഇറാൻ രണ്ടാം ഘട്ട ചർച്ച വ്യാഴാഴ്ച നടന്നേക്കുമെന്ന് റിപ്പോർട്ട്. ഒന്നാം ഘട്ട ചർച്ച നടന്ന പാകിസ്ഥാനിൽ തന്നെ രണ്ടാം ഘട്ടവും നടക്കും. സ്വീറ്റ്സർലൻഡിലെ ജനീവയെയും ചർച്ചയ്ക്കായി പരിഗണിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് അമേരിക്കയും ഇറാനും പ്രതികരിച്ചിട്ടില്ല. ഹോർമൂസ് കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്തുന്നതിനെതിരെ ചൈന രംഗത്ത്. ഇറാനുമായുള്ള ചൈനയുടെ ഉഭയകക്ഷി ബന്ധത്തിൽ ഇടപെടരുതെന്നും ചൈന അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി. അമേരിക്ക ഹോർമൂസിൽ നാവിക ഉപരോധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ചൈനീസ് പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം. ഇറാനുമായി ഞങ്ങൾക്ക് വ്യാപാര ഊർജ്ജ കരാറുകളുണ്ട്. മറ്റുള്ളവർ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടരുത്. ഹോർമൂസ് കടലിടുക്ക് ചൈനയ്ക്കായി തുറന്നിരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചൈനയെ സംബന്ധിച്ച് നിർണായക പാതയാണ് ഹോർമൂസ്. ചൈന ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ ഏകദേശം 40%, LNGയുടെ 30% ഹോർമൂസ് വഴിയാണ് വരുന്നത്. ട്രംപിനോട് സംവാദത്തിനില്ലെന്ന് ലിയോ 14 മാർപ്പാപ്പ. പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട മാർപ്പാപ്പയുടെ പരാമർശങ്ങളെ ട്രംപ് പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തിരുന്നു. തനിക്ക് ട്രംപിനോട് യുദ്ധസംബന്ധമായ സംവാദത്തിന് താൽപ്പര്യമില്ലെന്ന് മാർപ്പാപ്പ പറഞ്ഞു. അമേരിക്കൻ വംശജനായ മാർപ്പാപ്പ ട്രംപ് ഭരണകൂടത്തെ ഭയപ്പെടുന്നില്ലെന്നും തൻ്റെ സന്ദേശം എപ്പോഴും സമാധാനത്തിൻ്റേതാണെന്നും കൂട്ടിച്ചേർത്തു. ഇറാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുമായി 2 കൂറ്റൻ കപ്പലുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിലെത്തി. ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് കഴിഞ്ഞ മാസം US നൽകിയ താൽക്കാലിക ഇളവ് പ്രയോജനപ്പെടുത്തിയാണ് 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ റിഫൈനറികൾ ഇറാനിൽ നിന്നുള്ള ഇറക്കുമതി പുനരാരംഭിച്ചത്. ഇറാൻ പതാക ഘടിപ്പിച്ച ഫെലിസിറ്റി സിക്ക തുറമുഖത്തും കുറാവോക്കോ പതാകയുള്ള ജയ ഒഡീഷ തുറമുഖത്തും ആണ് എത്തിയത്. ഒരു കപ്പലിന് 20 ലക്ഷം ബാരൽ എണ്ണ വഹിക്കാൻ ശേഷിയുണ്ട്. US നൽകിയ താൽക്കാലിക ഇളവ് ഏപ്രിൽ 19 അവസാനിക്കും. ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യ US-ന്റെ സമ്മർദ്ദത്തെ തുടർന്ന് 2019 മെയ് മാസത്തിന് ശേഷം ഇറാനിൽ നിന്നും എണ്ണ വാങ്ങിയിരുന്നില്ല.
ഇസ്രായേലും ലെബനനും തമ്മിലുള്ള ചർച്ചകളിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പങ്കെടുക്കുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിൽ നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ ലെബനനിലെ US അംബാസഡർ മെക്കൽ ഇസ, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൗൺസിലർ മെക്കൽ നീദാം എന്നിവരും അമേരിക്കൻ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാകുമെന്നാണ് റിപ്പോർട്ട്. ഏപ്രിൽ 11-ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലെബനനുമായി സമാധാന കരാറിൽ ഏർപ്പെടാൻ ഇസ്രായേൽ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഔദ്യോഗിക സന്ദർശനത്തിനായി ചൈനയിലെത്തി. ഏപ്രിൽ 14 മുതൽ 15 വരെ ലാവ്റോവ് ചൈനയിൽ ഉണ്ടാകുമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അന്താരാഷ്ട്ര പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം വിപുലമായ ഉഭയകക്ഷി വിഷയങ്ങളും സന്ദർശനത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്യും. നേരത്തെ ലാവ്റോവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ അമേരിക്കയുടെ പ്രകോപനപരമായ നടപടികൾ ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി മുന്നറിയിപ്പ് നൽകിയിരുന്നു. വനിതാ സംവരണ ഭേദഗതിക്കെതിരെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും RJD പാർട്ടി നേതാവ് തേജസ്വി യാദവും രംഗത്ത്. തിരക്കുപിടിച്ച് ഈ ബിൽ പാസാക്കുന്നതിനെ എതിർക്കുമെന്ന് രണ്ട് കക്ഷികളും വ്യക്തമാക്കി. ശിവസേനയും NCPയും നിലപാട് അറിയിച്ചിട്ടില്ല. അതേസമയം മണ്ഡല പുനർനിർണയത്തെ പൂർണ്ണമായും എതിർക്കാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 3/1 സീറ്റുകൾ നിർബന്ധമായി സംവരണം ചെയ്യണമെന്ന കാര്യത്തിൽ CPM പ്രതിജ്ഞാബദ്ധമാണെന്നും എന്നാൽ മോദി സർക്കാർ ഈ അവകാശം വൈകിപ്പിക്കുകയാണെന്നും പാർട്ടി നേതൃത്വം കുറ്റപ്പെടുത്തി. 2023 നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിനെ പിന്തുണച്ചെങ്കിലും വനിതാ സംവരണത്തെ സെൻസസുമായി മണ്ഡല പുനർനിർണയവുമായി ബന്ധിപ്പിക്കുന്നതിനെ CPM അന്ന് തന്നെ എതിർത്തിരുന്നു. ഈ നിബന്ധനകൾ കാരണം 2024 തെരഞ്ഞെടുപ്പിലും 2029 തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് അർഹമായ സംവരണം ലഭിക്കില്ലെന്ന് അന്ന് പാർട്ടി ചൂണ്ടിക്കാട്ടി. 2 വർഷം പിന്നിട്ടിട്ടും സെൻസസ് നടപടികളോ മണ്ഡല പുനർനിർണയ കമ്മീഷൻ രൂപീകരണമോ നടക്കാത്ത സാഹചര്യത്തിൽ പ്രതിപക്ഷ കക്ഷികളുമായി യാതൊരു ചർച്ചയും കൂടാതെ സർക്കാർ പുതിയ നിർദ്ദേശങ്ങൾ കൊണ്ടുവരുന്നത് അംഗീകരിക്കാനാവില്ലെന്നും CPM പ്രസ്താവനയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 135 രൂപ വർദ്ധിച്ച് 1 ഗ്രാമിന് 14,110 രൂപയായി. പവന് 1,080 രൂപ കൂടി 1 പവന് 1,12,880 രൂപയായി. 18 ക്യാരറ്റ് സ്വർണത്തിനും ആനുപാതികമായി വില വർദ്ധിച്ചു. ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 1 ഗ്രാമിന് 11,595 രൂപയും പവന് 880 രൂപ വർദ്ധിച്ച് 92,760 രൂപയുമായി. വെള്ളി 255 രൂപയിലാണ് വ്യാപാരം. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൽ രാജ്യത്തും കേരളത്തിലും ഇത്തവണ മഴ കുറവായിരിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. രാജ്യത്താകെ ദീർഘകാല ശരാശരിയുടെ 92% ലഭിക്കാൻ സാധ്യതയുള്ളൂ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ തെക്കു പടിഞ്ഞാറൻ കാലവർഷം. ജൂൺ ജൂലൈ തന്നെ എൽനിനോ പ്രതിഭാസം രൂപപ്പെടാം. പസഫിക് സമുദ്ര ഉപരിതലം അസാധാരണമായി ചൂടാകും. ഇത് ഇന്ത്യയിലെ കാലവർഷത്തെ ബാധിക്കും. കേരളത്തിലെ മഴയും താപനിലയും എൽനിനോ ബാധിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. എടവപ്പാതിയുടെ 2ാം പകുതിയിൽ മഴ കുറവാകാനാണ് സാധ്യത. കേരളത്തിൽ ഇത്തവണ വേനൽ മഴയിലും കുറവുണ്ട്. ഏതാനും ദിവസങ്ങളിൽ പെയ്തൊഴിയാതെ സീസൺ മുഴുവൻ വികീന്ദ്രമായ രീതിയിൽ മഴ ലഭിച്ചാൽ കേരളത്തിനത് ആശ്വാസമാകും. കാലവർഷം എന്നു മുതൽ തുടങ്ങുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടില്ല. മെയ് ആദ്യമായിരിക്കും ഈ പ്രവചനം. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.